ചോദിച്ചാലും ഇപ്പോൾ പൈസ ഇല്ല, പിന്നെ തരാം, പിന്നെ ഇപ്പോൾ ഇന്ന് വന്ന് ചോദിച്ചപ്പോൾ പറയണം അഡ്മിനിസ്ട്രേറ്റർ പോയി കാണാൻ, അദ്ദേഹം വല്ലതും തന്നാൽ വാങ്ങിച്ചു. ഇത്രയുമായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഈ വയസ്സുകാലത്ത് എവിടെയാണ് ഓടിപ്പിടിക്കാന്ന് മനസ്സിലാവുന്നില്ല. വിരമിക്കൽ ആനുകൂല്യവും മക്കളുടെ പഠനത്തിനും വിവാഹത്തിനുമെല്ലാം സമ്പാദിച്ച പണമാണ് ബഹുഭൂരിപക്ഷം പേരും തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. BJP നേതാക്കളായ ഭരണസമിതി അംഗങ്ങളുടെ വാക്കുകേട്ടായിരുന്നു എല്ലാം. എന്നാൽ സംഘത്തിൽ 32 കോടി രൂപയുടെ ക്രമക്കേട് ഓഡിറ്റിൽ കണ്ടെത്തിയതോടെ നിക്ഷേപകരുടെ പ്രതിഷേധത്തിൽ ഭരണസമിതി ഒഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണിപ്പോൾ. ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് നഷ്ടം കണ്ടുകെട്ടണമെന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട്. അതിനിടെ ഭരണസമിതി തങ്ങളെ വിശ്വസിച്ച ജീവനക്കാരെയും വഞ്ചിച്ചെന്ന് വ്യക്തമാകുന്നു. ജീവനക്കാർ PF ഫണ്ടിലേക്ക് അടച്ച പണവും തിരുവിതാംകൂർ സഹകരണ ബാങ്ക് പിൻവലിച്ചെന്ന വഞ്ചന തെളിയിക്കുന്നതാണ് സഹകരണ സൊസൈറ്റി രജിസ്ട്രാർക്ക് മുൻപാകെ എത്തിയ ഈ പരാതി. സൊസൈറ്റിയുടെ തകരപ്പറമ്പ്, മണക്കാട്, ശാസ്തമംഗലം, കണ്ണമൂല ശാഖകളിലെ ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച 24.2 ലക്ഷം രൂപയാണ് കേരള ബാങ്കിൽ നിന്ന് പിൻവലിച്ചത്. സൊസൈറ്റിക്ക് പുറമെ ഭരണസമിതി അംഗങ്ങളെയും പ്രതിയാക്കിയാണ് പരാതി. 21 ജീവനക്കാരാണ് പരാതിക്കാർ. ഗുരുതര നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. കേരള ബാങ്കിന്റെ ഫോർട്ട് ശാഖ മാനേജറും PF ഫണ്ട് തട്ടിപ്പിന് ഒത്താശ ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. ജീവനക്കാരുടെ സമ്മതപത്രമില്ലാതെ സഹകരണ ബാങ്ക് നേതൃത്വത്തിന് PF പണം പിൻവലിക്കാനാകില്ലെന്നാണ് നിയമം. എന്നാൽ ഈ നിയമം കാറ്റിൽ പറത്തിയാണ് കേരള ബാങ്ക് മാനേജർ PF പണം പിൻവലിക്കാൻ തിരുവിതാംകൂർ സഹകരണ ബാങ്കിന് അനുമതി നൽകിയത്. ഇത് ക്രിമിനൽ നടപടിയാണെന്ന് രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിൽ ജീവനക്കാർ വഞ്ചന തുറന്നു കാട്ടുന്നു. അതിനിടെ ഫോർട്ട് പോലീസിന് പുറമെ മെഡിക്കൽ കോളേജ് പോലീസും നിക്ഷേപ തട്ടിപ്പിൽ കേസെടുത്തു. തിരുവിതാംകൂർ സഹകരണ സംഘത്തിൽ നടന്നത് 3 കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടിപ്പായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.